ഹായ് ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വയർലെസ് ചാർജറിനെ പറ്റിയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിൽ വയർലെസ് ചാർജിങ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഫോണിൽ വെള്ളം കയറി അതിൻ്റെ ചാർജിങ് പോയിൻ്റ് ഡേർട്ടി ആയപ്പം ഫോണിലെ മെസ്സേജ് കിട്ടും, യു ക്യാൻ യൂസ് വയർലെസ് ചാർജിങ് ഇൻ ദ മീൻ ടൈം. അപ്പോഴാണ് മനസ്സിലായത് സാംസങ് S20 FEയിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണെന്ന്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, ആമസോണിൽ കയറി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വയർലെസ് ചാർജർ അങ്ങ് വാങ്ങി. സോ നമ്മൾ വയർലെസ് ചാർജിങ് യൂസ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സെറ്റിങ്സിൽ പോയി വയർലെസ് ചാർജിങ് എനാബിൾ ആക്കുക എന്നുള്ളതാണ്. ഓരോ ഫോണിലെ സെറ്റിങ്സിൽ ഇത് വ്യത്യസ്തമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൽ വയർലെസ് ചാർജിങ് ഉണ്ടോ എന്ന് അറിയണം. ഇപ്പം ആപ്പിളിൻ്റെ ഒരുവിധം എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഒരു ആപ്പിൾ 13 മുകളിലുള്ള എല്ലാ ഫോണിലും വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. അതേപോലെ സാംസങ്ങിൻ്റെ ആയാലും S20 മുകളിലുള്ള എല്ലാ ഫോണുകളിലും വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. ഫോൺ ടു ഫോൺ ചാർജിങ്ങും സപ്പോർട്ടാണ്. അപ്പം ഞാൻ ആമസോണിൽ നിന്നാണ് ഈ വയർലെസ് ചാർജർ മേടിച്ചത്. യൂണിജൻ്റെ യൂണിപാഡ് 200 എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. 15 വോൾട്ടാണ്. ഫാസ്റ്റ് വയർലെസ് ചാർജിങ് പാഡാണ്. ഇത് ടൈപ്പ് ടു C ആണ്. സോ വയർലെസ് എനാബിൾഡ് ആയിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോണിലും കോമ്പാറ്റബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സാംസങ് S20 FE ആണ്. അപ്പോൾ സാംസങ് S20 FEയിൽ വയർലെസ് ചാർജിങ് ഓൾറെഡി എനാബിൾഡ് ആണ്. അപ്പം നമുക്കിതിൻ്റെ യൂസ് എപ്പോഴും മെയിൻലി വരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ചാർജിങ് പോർട്ട്, നോർമൽ ചാർജിങ് പോർട്ട് ഇപ്പോൾ വെള്ളമോ മറ്റോ കയറി ഡേർട്ട് ആവുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് വയർലെസ് ചാർജിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വേറെ എന്തെങ്കിലും ഓവർലോഡ് വരികയാണെങ്കിൽ നമ്മളെ ഫോണിൻ്റെ സിസ്റ്റത്തിന് അടിച്ചു പോകുന്നൊരു പ്രശ്നമൊന്നും വരില്ല. ആ ഒരു പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സും കൂടി നമ്മൾ ഈ ഒരു വയർലെസ് ചാർജറിലുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 1 ഇയർ വാറണ്ടിയും ആമസോൺ ഇതിന് തരുന്നുണ്ട്. സോ ഒരു 800 റുപ്പീസിനാണ് ഇപ്പോൾ ആമസോണിൽ ഈ ഒരു യൂണിജൻ്റെ യൂണിപാഡ് 200 അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ക്വിക്ക് ചാർജിങ്, ഇപ്പോൾ നമ്മളെ ഫാസ്റ്റ് ചാർജിങ്ങിൽ ഫുൾ ചാർജ് ആവാൻ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 ഹവറാണ് വേണ്ടതെങ്കിൽ ഈ ഒരു വയർലെസ് ചാർജർ വെച്ചിട്ട് ഫുൾ ചാർജ് ആവാൻ നിയർലി ഒരു 2 ഹവേഴ്സിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. സോ ഒരു ടൈമിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണ കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നതാണ് ബെറ്റർ. പക്ഷേ ബാക്കിയുള്ള പ്രൊട്ടക്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ നമ്മൾ വയർലെസ് ചാർജർ വെച്ച് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്.